ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫാനൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു ലിക്വിഡിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഏത് ബോട്ടിലാണെങ്കിലും ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീളം ഏകദേശം ഒരു 14 സെൻറ്റിമീറ്റർ നീളം, വീതി ഒരു 4 സെൻറ്റിമീറ്റർ വീതിയും അളവിലാണ് ഞാനിതൊന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള ബോട്ടിലായതുകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ചെറിയൊരു മെഴുകുതിരി ഇവിടെ കത്തിച്ച് വെച്ചിട്ട് കത്തിയൊന്ന് ചൂടാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എളുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കത്തിക്ക് ചൂടാക്കിയിട്ട് പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ മറ്റേ സൈഡും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ രണ്ട് സൈഡും അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഇതേപോലത്തെ ഒരു വടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിനുള്ളിൽ കൂടെ ഈ വടി ഒന്ന് കയറ്റിയിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കണം. ഈ വടി നല്ല ടൈറ്റിലിവിടെ ഇരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഗ്ലൂ ഒന്നും തേക്കുന്നില്ല. ഞാനിത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തുണി കഷ്ണം എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വടി ഇളകൊന്നും ചെയ്യാണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഞാനിതുപോലത്തെ പഴയൊരു ഷാളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴയ ഏത് തുണി വേണമെങ്കിലും എടുക്കാം. ഇനി അതൊന്ന് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പീസ് ഇതുപോലെ ഈ കുപ്പിയുടെ മുകൾ ഭാഗത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു പീസ് ഇതുപോലെ കുപ്പിയുടെ അടിഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫാൻ ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫാന്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. വെള്ള കളറായതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാനുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ലീഫ് ഈ കുപ്പിക്കുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് പോരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതേപോലെ നമ്മുടെ ഫാനിൻ്റെ ഓരോ ലീഫായിട്ട് ഈ കുപ്പിക്കുള്ളിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ പോരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറേയൊക്കെ പൊടി ഇതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഈ തുണിയൊന്ന് എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിപ്പിഴിഞ്ഞിട്ട് ഒന്ന് നനച്ചിട്ട് ഒന്നും കൂടി തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നനച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയൊക്കെ ഫുള്ളായിട്ട് പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പം ഞാനിതാ ഇതുപോലെ ഓരോ ലീഫും ഈ കുപ്പിക്കുള്ളിലാക്കിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ആ തുണി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മുക്കിപ്പിഴിഞ്ഞിട്ട്
ഒന്നുകൂടി കുപ്പിക്കുള്ളിൽ തന്നെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇതാ തുണി കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ചെളിയൊക്കെ അതുമ്മ കിട്ടിയിട്ടുണ്ട്. ഇതാ നിലത്ത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ നന്നായിട്ട് പൊടിയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഫാനിൻ്റെ പൊടിയൊക്കെ ആ ഒരു തുണിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫാന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.